LDF പൊന്നാനി ലോക്കൽ തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലാകായിക പ്രതിഭകളെ അനുമോദിച്ചു. സ്പോർട്സ് ട്രാക്ക് 2024 എന്ന പേരിൽ ചാണ RV ഹാളിൽ വെച്ചാണ് അനുമോദനം സംഘടിപ്പിച്ചത്. കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ വിജയം കൈവരിച്ച 12 പേരെയാണ് അനുമോദിച്ചത്. ചടങ്ങ് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം തന്നെ ഒരു മതേതര രാഷ്ട്രമാണ്. രാഷ്ട്രശില്പികൾ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണമെന്നുള്ള മുൻവിധിയോട് കൂടി തന്നെയാണ് ഈ ഭരണഘടന തയ്യാറാക്കിയത്. പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ രണ്ടാന്തരം പൗരന്മാരാക്കുന്ന ഒരു നിലപാട് സംഘപരിവാർ എടുക്കുമ്പോൾ എതിരായി പാർലമെന്റിൽ വോട്ടിംഗ് വന്നപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്യാൻ പോലും ഈ കോൺഗ്രസിന്റെ ആളുകൾ തയ്യാറായി. ന്യൂനപക്ഷ പ്രതിനിധികൾ എന്നുള്ള പേരിൽ ജയിച്ചുപോയ ET മുഹമ്മദ് ബഷീർ അടക്കമുള്ള പൊന്നാനിയുടെ MP അടക്കം അതിനെതിരായ ഒരു വോട്ട് രേഖപ്പെടുത്താൻ അവിടെ ഉണ്ടായി. ഒരു വോട്ട് രേഖപ്പെടുത്തിയാൽ CPM-ന്റെ പ്രതിയായി ലോക്സഭയിലുള്ള ശ്രീ ആരിഫ് ആലപ്പുഴയുടെ MP അല്ലേ വോട്ട് ചെയ്ത് ഒരൊറ്റ വോട്ട്. എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്? എന്താണ് നിങ്ങൾ ഈ രാജ്യത്തിന് നൽകിയ സംഭാവന? ഇതൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പോകണം. ഇത്തവണ അതുകൊണ്ടാണ് ഇടതുപക്ഷ ശക്തികളെ ശക്തമായിട്ടുള്ള ഇടതുപക്ഷ ബദലിനെ സൃഷ്ടിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാണ്. ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ കക്ഷികൾക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ MP-മാരെ അയക്കാൻ കഴിയും. മുമ്പൊക്കെ തന്നെ BJP-ക്ക് എതിരായിക്കൊണ്ട് കോൺഗ്രസ് വരുമെന്നുള്ള വലിയൊരു ആശ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രകടിപ്പിച്ചതാണ്. പക്ഷെ അതൊക്കെ അസ്ഥാനത്തായി. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായുള്ള നിയമങ്ങൾക്കെതിരായ ഒരു അക്ഷരം ഉണ്ടാൻ പോലും ഇതൊന്നും തയ്യാറാവുന്നില്ല. P. നന്ദകുമാർ MLA, അജിത് കൊളാടി, PV അയ്യൂബ്, P. ഇന്ദിര, T. സത്യൻ, CP മുഹമ്മദ് കുഞ്ഞി, ഗംഗാധരൻ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് MK സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ പ്രദോഷ് നന്ദിയും പറഞ്ഞു. നമുക്കറിയാം, സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം കായിക താരം കൊച്ചു രൂപയ്ക്കൊക്കെ ചെറിയ ഇത്ര പോകുന്ന രാഷ്ട്രം സ്വർണ്ണ മെഡൽ വാങ്ങിക്കൂട്ടുമ്പോൾ നമ്മളൊക്കെ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ആ ചെറിയ രാജ്യം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യം, അത് അവിടെ പോയവർക്ക് കാണാൻ പറ്റും. ഞാനവിടെ പോകാനുള്ള ഭാഗ്യം ലഭിക്കില്ല. അവിടുത്തെ ഗവൺമെൻറ് എത്രത്തോളം അതിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നാണ്. അവർക്ക് ആ കുട്ടികൾക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, അവരെങ്ങനെ സഹായിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക്. അപ്പോൾ കായിക താരങ്ങളെ, കലാകാരന്മാരെ ബഹുമാനിക്കുക എന്നത് ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്ന് കരുതുന്നവരാണ് ഇടതുപക്ഷക്കാർ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.